ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ പാഠം എല്ലാവരും പഠിച്ചല്ലോ. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷിലെ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള, അതായത് രണ്ടാമത്തെ ചാപ്റ്റർ ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. പൂച്ചകളെ മാത്രം വരച്ച ഒരു ലിറ്റിൽ ബോയുടെ കഥയാണ് നാം ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. ഓക്കെ, ദ ബോയ് ഹൂ ഡ്രൂ ദ ക്യാറ്റ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളതും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുമുള്ള ഒരു കഥയാണ്. കടുകട്ടിയായിട്ടുള്ള വാക്കുകളൊന്നുമില്ല പഠിക്കാൻ, വളരെ സിമ്പിളാണ്. പഠിക്കുന്ന ടൈമിൽ പറയുമ്പോൾ ഏതെങ്കിലും വാക്കുകൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബുക്കെടുത്ത് ബുക്കിൽ ആ വാക്കുകൾ എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ചാപ്റ്ററിൻ്റെ പേരാണ് ദ ബോയ് ഹൂ ഡ്രൂ ദ ക്യാറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ പഠിക്കാം. ചാപ്റ്ററിൻ്റെ പേരാണ് ദ ബോയ് ഹൂ ഡ്രൂ ദ ക്യാറ്റ്സ്. എ ലോങ് ടൈം എഗോ ഇൻ എ സ്മോൾ കൺട്രി വില്ലേജ് ഇൻ ജപ്പാൻ. ജപ്പാനിലെ ഒരു നാട്ടുപുറത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ലീവ്ഡ് എ പുവർ ഫാർമർ, ഒരു പാവപ്പെട്ട കർഷകൻ ജീവിച്ചിരുന്നു. ആൻഡ് ഹിസ് വൈഫ്, അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വൈഫും ഭാര്യയും ഉണ്ടായിരുന്നു. ഹൂ വെയർ വെരി ഗുഡ് പീപ്പിൾ, അവരെന്ന് പറയുന്നത് വളരെ നല്ല ആളുകളായിരുന്നു. ദേ ഹാഡ് എ നമ്പർ ഓഫ് ചിൽഡ്രൻ, അവർക്ക് അതുമാത്രമല്ല, അവർക്ക് ഒരുപാട് മക്കളും ഉണ്ടായിരുന്നു. ആൻഡ് ഫൗണ്ട് ഇറ്റ് വെരി ഹാർഡ് ടു ഫീഡ് ദം ഓൾ, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടും നേരിട്ടിരുന്നു. കാരണം എന്താണ്? അവർ പാവപ്പെട്ട കർഷകരല്ലേ. അപ്പോൾ എന്താണ്, അവർ ഇത്രയും കുട്ടികൾക്ക് കൊടുക്കാനുള്ള പൈസയൊന്നും അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ആ കുട്ടികൾക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സംവിധാനവും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. ദ എൽഡർ സൺ വാസ് സ്ട്രോങ് ഇനഫ്, പിന്നെ ഇദ്ദേഹത്തിന് ഒരു മൂത്ത മകൻ ഉണ്ടായിരുന്നു. മൂത്ത മകൻ എന്ന് പറയുന്നത് വാസ് സ്ട്രോങ്, വളരെ പവർഫുൾ, വളരെ ശക്തനായ ഒരു കുട്ടിയാണ്. വെൻ ഓൺലി 14 ഇയേഴ്സ്, അവന് എത്ര വയസ്സ് മാത്രമേ പ്രായമുള്ളൂ? 14 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ടു ഹെൽപ്പ് ഹിസ് ഫാദർ, അവൻ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? അവൻ്റെ ഫാദറിനെ, അവൻ്റെ അച്ഛനെ എപ്പോഴും സഹായിക്കാറുണ്ടായിരുന്നു. ആൻഡ് ദ ലിറ്റിൽ ഗേൾസ് ലേൺ ടു ഹെൽപ്പ് ദെയർ മദർ, പിന്നെന്താണ്, അദ്ദേഹത്തിന് ചെറിയ ചെറിയ പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്യുമായിരുന്നു? അമ്മയെ സഹായിക്കാൻ പഠിപ്പിച്ചു. അമ്മയെ സഹായിക്കാൻ എപ്പോഴും ചെയ്യാറുണ്ടായിരുന്നു. അമ്മയെ സഹായിക്കാൻ അവർ പഠിക്കാറുണ്ടായിരുന്നു. ടു ദെയർ മദർ ഓൾമോസ്റ്റ് ആസ് സൂൺ ആസ് ദേ കുഡ് വാക്ക്, എന്താണ്, അവർ എപ്പോഴാണോ പിച്ച വെച്ച് തുടങ്ങിയത്, അവർ എപ്പോഴാണോ നടക്കാൻ തുടങ്ങിയത്, അന്ന് മുതൽ അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു? അവരുടെ അമ്മയെ സഹായിക്കാറുണ്ടായിരുന്നു. മൂത്ത മകൻ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? അച്ഛനെ സഹായിക്കാറുണ്ടായിരുന്നു. ബാക്കിയുള്ള ചെറിയ ചെറിയ പെൺകുട്ടികൾ എപ്പോഴും അമ്മയെ സഹായിക്കാറുണ്ടായിരുന്നു. ബട്ട് ദ യങ്ങസ്റ്റ് ചൈൽഡ്, എ ലിറ്റിൽ ബോയ്, ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. പിന്നെ ഇദ്ദേഹത്തിന് ഒരു യങ്ങസ്റ്റ് ചൈൽഡ് ഉണ്ടായിരുന്നു, അതായത് ഒരു ലിറ്റിൽ ബോയ് ഉണ്ടായിരുന്നു. ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് ഫോർ ഹാർഡ് വർക്കും, പക്ഷെ അവന് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണെന്ന് തോന്നത്തേ ഇല്ല. കാരണം കുഞ്ഞു കുട്ടിയല്ലേ. അതുകൊണ്ട് തന്നെ ഈ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ചെയ്യുന്ന ജോലിയൊന്നും ഇവനെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. ഹി വാസ് വെരി ക്ലവർ, എന്താണ്, അതുമാത്രമല്ല, ഈ ലിറ്റിൽ ബോയ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമാനായിട്ടുള്ളൊരു കുട്ടിയാണ്. ക്ലവറർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ്, അവൻ്റെ എല്ലാ സഹോദരന്മാരെക്കാൾ നിന്നും ഏറ്റവും ബുദ്ധിശാലിയാണ് ഈ ലിറ്റിൽ ബോയ്. ആൻഡ് സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ സഹോദരിമാരെക്കാളും ഏറ്റവും ബുദ്ധിശാലിയായ ഒരു കുട്ടിയാണ് ദ ലിറ്റിൽ ബോയ് എന്ന് പറയുന്നത്. ബട്ട് ഹി വാസ് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മാർട്ട്, പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഈ കുട്ടി എന്ന് പറയുന്നത് വളരെ വീക്കാണ്, വളരെ ബലമില്ലാത്തൊരു കുട്ടിയാണ്. ആൻഡ് സ്മോൾ, അതുപോലെ തന്നെ ഒരു കൊച്ചു കുട്ടിയാണ്, കുഞ്ഞാണ്, ലിറ്റിൽ ബോയ് ആണ്. ആൻഡ് പീപ്പിൾ സെഡ് ഹീ കുഡ് നെവർ ഗ്രോ വെരി ബിഗ്, അതുപോലെ തന്നെ ഇവരുടെ വീടിനടുത്തുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഈ ലിറ്റിൽ ബോയ് ഇനി വളരത്തില്ല, ഇത്രയും തന്നെ ഈ കുഞ്ഞു കുട്ടിയായിട്ട് തന്നെ എപ്പോഴും ഇരിക്കുവാറെന്നാണ് പറയാറുള്ളത്. So his parents thought it would be better for him to become a priest than to become a farmer. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൻ്റെ പാരൻസ് ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇവൻ എന്താണ്, ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കൃഷിക്കാരനായിട്ട് ഒരു ഫാർമറാക്കി മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് ഇനി എന്താണ്, പ്രീസ്റ്റ് ആക്കുക എന്നുള്ളതാണ്. പ്രീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളിയിലും അമ്പലങ്ങളിലൊക്കെ നിൽക്കുന്ന ആളിലെ പുരോഹിതന്മാർ, അവരെയാണ് എന്തെന്ന് പറയുന്നത്, പ്രീസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഈ ലിറ്റിൽ ബോയുടെ പാരൻസ് ഇങ്ങനെ വിചാരിക്കുകയാണ്, അപ്പോൾ നമുക്ക് ഇവനെ എന്ത് ചെയ്യാം, ഒരു പ്രീസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു.
ദേ ടുക്ക് ഹിം വിത്ത് ദം ടു ദ വില്ലേജ് ടെമ്പിൾ വൺ ഡേ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്ത് ചെയ്യാണ് ലിറ്റിൽ ബോയിയുടെ പാരൻസ് ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഒരു വില്ലേജ് ടെമ്പിൾ, ഗ്രാമത്തിൽ ഒരു അമ്പലത്തിലേക്ക് കൊണ്ടുപോയി. ആൻഡ് ആസ്ക്ഡ് ദ ഗുഡ് ഓൾഡ് പ്രീസ്റ്റ് ഹു ലീവ്ഡ് ദെയർ. അപ്പോൾ എന്താണ് ഈ വില്ലേജ് ടെമ്പിളിൽ എന്ത് ചെയ്യുന്നത്, ഒരു ഗുഡ് ഓൾഡ് പ്രീസ്റ്റ്, പ്രായം ചെന്ന ഒരു പുരോഹിതൻ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇഫ് ഹി വുഡ് ഹാവ് ദ ലിറ്റിൽ ബോയ് ഫോർ ഹിസ് ആക്യുലേറ്റ്. എന്നിട്ട് എന്താണ് ഇവൻ്റെ പാരൻസ് ഈ പ്രീസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, എൻ്റെ മകനെ നിങ്ങളുടെ സഹായിയായിട്ട്, ആക്യുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായി, ഹെൽപ്പർ എന്നൊക്കെയാണ് എൻ്റെ മീനിങ്. അപ്പോൾ എന്താണ് ഞങ്ങളുടെ ഈ ലിറ്റിൽ ബോയിന് നിങ്ങളുടെ ഒരു സഹായിയായിട്ട് കൂടെ കൂട്ടാമോ എന്ന് ലിറ്റിൽ ബോയുടെ പാരൻസ് ഈ ഗുഡ് ഓൾഡ് പ്രീസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചു. ആൻഡ് ടീച്ച് ഹിം ഓൾ ദാറ്റ് എ പ്രീസ്റ്റ് ought to know. അതുമാത്രമല്ല എന്താണ് പ്രീസ്റ്റിന് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, എൻ്റെ മകനെ പഠിപ്പിച്ചു കൊടുക്കണമെന്നും ഈ ലിറ്റിൽ ബോയുടെ പാരൻസ് ഈ ഗുഡ് ഓൾഡ് പ്രീസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു. ദ ഓൾഡ് മൺ സ്പോക്ക് കൈൻഡ്ലി ടു ദ ലാഡ്. അപ്പോൾ എന്ത് ചെയ്തു, ഈ പ്രായം ചെന്ന ഈ ഓൾഡ് പ്രീസ്റ്റ് എന്ത് ചെയ്തു, വളരെ ദയോടുകൂടി ടു ദ ലാഡ് എന്താണ് ആ കൊച്ചുകുട്ടിയോട് സംസാരിക്കുകയാണ്. ആൻഡ് ആസ്ക്ഡ് ഹിം സം ഹാർഡ് ക്വസ്റ്റ്യൻസ്. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഓൾഡ് പ്രീസ്റ്റ് ഈ ലിറ്റിൽ ബോയ് എടുത്ത് കുറേ ഹാർഡായിട്ടുള്ള പ്രയാസമേറിയ കുറേ ക്വസ്റ്റ്യൻസ് ഇവനോട് ഇങ്ങനെ ചോദിക്കുകയാണ്. സോ ക്ലെവർ വർ ദ ആൻസേഴ്സ് ദാറ്റ് ദ പ്രീസ്റ്റ് എഗ്രി ടു ടേക്ക്. അപ്പോൾ എന്താണ് ഈ ഓൾഡ് പ്രീസ്റ്റ് ഇവൻ്റെ അടുത്ത് കുറേ പ്രയാസമുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചില്ലേ, എന്നിട്ട് പോലും എന്ത് ചെയ്തു, ഈ ലിറ്റിൽ ബോയ് അതിനെല്ലാം നല്ല ബുദ്ധിപരമായിട്ടുള്ള ആൻസേഴ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. that the priest agreed to take the little fellow in the temple. അപ്പോൾ എന്ത് ചെയ്തു, ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല ബുദ്ധിപരമായിട്ടുള്ള ആൻസർ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ പ്രീസ്റ്റിന് എന്ത് ചെയ്തു, ഇവനെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അപ്പോൾ ഈ പ്രീസ്റ്റ് പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു, എന്താണ് ഇവനെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കൂടെ ആക്യുലേറ്റായിട്ട് കൂട്ടാമെന്ന് പറഞ്ഞു. ആൻഡ് ടു എഡ്യൂക്കേറ്റ് ഹിം ഫോർ ദ പ്രീസ്റ്റ്ഹുഡ്. അത് മാത്രമല്ല ഇവന് ഞാൻ എന്ത് ചെയ്യും, നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും നൽകാം. എന്തിൻ്റെ വിദ്യാഭ്യാസം, എങ്ങനെ നല്ലൊരു പുരോഹിതനാകാം എന്നുള്ള ക്ലാസ്സസും എങ്ങനെ ആ ഒരു എഡ്യൂക്കേഷനും ഞാൻ ഇവന് കൊടുക്കാമെന്ന് എന്ത് ചെയ്തു, ഓൾഡ് പ്രീസ്റ്റ് സമ്മതിച്ചു. ദ ബോയ് ലേൺഡ് ക്വിക്ക്ലി വാട്ട് ദ ഓൾഡ് പ്രീസ്റ്റ് ടോട്ട് ടു ഹിം. അതിനുശേഷം എന്ത് ചെയ്തു, ഈ ഓൾഡ് പ്രീസ്റ്റ് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തു, ഇവൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു, വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ഇവൻ പഠിച്ചു. ആൻഡ് വാസ് വെരി ഒബീഡിയൻ ഇൻ മോസ്റ്റ് തിങ്സ്. അതുമാത്രമല്ല ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, വളരെ അനുസരണയുള്ള കുട്ടിയായിരുന്നു ഈ ലിറ്റിൽ ബോയ് എന്ന് പറയുന്നത്. ബട്ട് ഹി ഹാഡ് വൺ ഫോൾട്ട്. പക്ഷേ എന്ത് ചെയ്യാം, ഈ ലിറ്റിൽ ബോയ്ക്ക് ഒരേ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹി ലൈക്ക് ടു ഡ്രൂ ക്യാറ്റ്സ് ഡ്യൂറിങ് സ്റ്റഡി അവേഴ്സ്. അവൻ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ഈ പഠിക്കുന്ന സമയങ്ങൾ വരെ അവൻ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ഈ പൂച്ചയുടെ ചിത്രം വരയ്ക്കുന്നത് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. And to draw cats even where cats ought to not to have been drawn at all. എന്താണ് ചിത്രം വരയ്ക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ വരെ നീ എന്ത് ചെയ്യാറുണ്ട്, ചിത്രം വരയ്ക്കും. അപ്പോഴേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എന്താണ് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ എന്താണ് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി പഠിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് നല്ല രീതിയിൽ വായിച്ച് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക എല്ലാവരും. ഓക്കെ, താങ്ക് യു സോ മച്ച്.